യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ മടങ്ങി വരികയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ 10 അധ്യായം വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. യോഹന്നാന്റെ സുവിശേഷം കർത്താവിന്റെ അരുമശിഷ്യനായിരിക്കുന്ന, ഹൃദയത്തോട് ഏറ്റവും അടുത്ത് ചേർന്നിരുന്ന യോഹന്നാൻ കർത്താവിന്റെ ദൈവത്വം എന്നുള്ള വിഷയം വളരെ ക്രമീകൃതമായി അവതരിപ്പിച്ച് വരുന്നതാണ് നാം കണ്ടുവരുന്നത്. ഇവിടെ 11-ാം അധ്യായത്തിലേക്ക് ഇന്ന് നാം വരുമ്പോൾ യോഹന്നാൻ പ്രതിപാദിക്കുന്ന കർത്താവ് ചെയ്ത അടയാളങ്ങളിൽ അവസാനത്തെ അടയാളം അല്ലെങ്കിൽ അടയാളങ്ങളുടെ ക്ലൈമാക്സിലേക്ക് നമ്മൾ എത്തിവരുന്നു. 11-ാം അധ്യായത്തിലെ പ്രതിപാദ്യം നമുക്കറിയാം. ലാസറിന്റെ ഉയിർപ്പാണ് പ്രതിപാദ്യ വിഷയമായിട്ടിരിക്കുന്നത്. നമ്മൾ ആദ്യത്തെ യോഹന്നാന്റെ സുവിശേഷത്തെ 2 സെക്ഷനായിട്ടാണ് നമ്മൾ വിഭാഗിക്കുന്നത് അല്ലെങ്കിൽ വിഭജിച്ച് പഠിക്കുന്നത്. ആദ്യത്തെ സെക്ഷൻ 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളെ ബുക്ക് ഓഫ് സയൻസ് അല്ലെങ്കിൽ അടയാളങ്ങളുടെ പുസ്തകം, യേശു കർത്താവ് ചെയ്ത അടയാളങ്ങളാണ് ഈ 12 അധ്യായങ്ങളിൽ പ്രതിപാദിക്കുന്നത്. അതിനോട് ബന്ധപ്പെട്ട വിഷയങ്ങളും അതിൽ നമ്മൾ 2-ാം അധ്യായത്തില് കാനായിൽ വെള്ളം വീഞ്ഞാക്കുന്നത് കാണുന്നു. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ രാജഭൃത്യന്റെ മകനെ സൗഖ്യമാക്കുന്നു. 5-ാം അധ്യായത്തിൽ പക്ഷപാതക്കാരനെ സുഖപ്പെടുത്തുന്നു. 6-ാം അധ്യായത്തിൽ വരുമ്പം 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നു. 6-ാം അധ്യായത്തിൽ വരുമ്പോൾ യേശു കർത്താവ് വെള്ളത്തിന്മീതെ നടക്കുന്നതായിരിക്കുന്ന അത്ഭുതം നാം കാണുന്നു. 9-ാം അധ്യായത്തില് കുരുടനെ സൗഖ്യമാക്കുന്നു. അവസാനമായിട്ട് 7-ാമത്തെ അടയാളമായിട്ട് ലാസറിന്റെ ഉയർപ്പ് 11-ാം അധ്യായത്തില് മുഴുവനായി ആ വിഷയമാണ് പ്രതിപാദിക്കുന്നത് എന്ന് കാണുവാനായിട്ട് കഴിയും. 12 മുതൽ അല്ലെങ്കിൽ 13 മുതലുള്ള അധ്യായങ്ങൾ 20 വരെയുള്ള അധ്യായങ്ങളിൽ വരുമ്പോൾ യേശു കർത്താവിന് അത് ബുക്ക് ഓഫ് ഗ്ലോറി അല്ലെങ്കിൽ യേശു കർത്താവിന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന സെക്ഷനായിട്ടാണ് 2-ാം ഭാഗം ഇരിക്കുന്നത്. 13 മുതൽ 20 വരെയുള്ള അധ്യായങ്ങളിൽ അതിന് ആദ്യത്തെ സെക്ഷൻ നമ്മൾ ബുക്ക് ഓഫ് സയൻസ് എന്നും 2-ാമത്തെ സെക്ഷനെ നമ്മൾ ബുക്ക് ഓഫ് ഗ്ലോറി എന്നും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അതിൽ ആദ്യത്തെ ഭാഗത്ത് കർത്താവും ശിഷ്യന്മാരും തമ്മിലുള്ള സംസാരങ്ങൾ അല്ലെങ്കിൽ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ വരവും മറ്റു കാര്യങ്ങളും, കർത്താവിന്റെ ക്രൂശീകരണം സംബന്ധിച്ചതായിരിക്കുന്ന സൂചനകളൊക്കെ കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അതിനുശേഷം ക്രൂശീകരണവും യേശു കർത്താവിന്റെ മരണവും, അതിനുശേഷം ഉയർപ്പ് 20-ാം അധ്യായം അവസാനിക്കുന്നതോടെ കർത്താവിന്റെ പുനരുദ്ധാനവും ആയിട്ടുള്ള വിഷയങ്ങളും ചേർന്ന് വരുന്നു. ഇന്ന് നമ്മൾ 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ പ്രധാന തീമായിട്ട് നിൽക്കുന്നത് അതിന്റെ 25-ാം വാക്യമാണ്. 11-ാം അധ്യായം 25-ാം വാക്യം, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനും ആകുന്നു. ഓരോ വിഷയവും യോഹന്നാൻ അത് എഴുതി വരുമ്പോൾ യോഹന്നാന് പ്രത്യേകമായിരിക്കുന്ന ഒരു ലക്ഷ്യം ആ വിഷയത്തിലുണ്ട്. കർത്താവിന്റെ ദൈവത്വം വ്യക്തമായി അനുവാചകർക്ക് മനസ്സിലാകും വിധം കർത്താവിന്റെ പ്രവൃത്തികളെ സിസ്റ്റമാറ്റിക് ആയിട്ട് ക്രമീകൃതമായിട്ട് താൻ രേഖപ്പെടുത്തി വരികയാണ്. ഇവിടെ ഈ 11-ാം അധ്യായത്തെ നമുക്ക് 2-3 സെക്ഷനായിട്ട് വിഭാഗിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ലാസറിനെ കുറിച്ചുള്ള വാർത്ത കർത്താവിന്റെ അടുക്കൽ എത്തുന്നു. അതാണ് 1 മുതൽ, അല്ലെങ്കിൽ ലാസറിന്റെ രോഗം സംബന്ധിച്ച വിഷയം കർത്താവിന്റെ അടുക്കിലേക്ക് ദൂത് ആയിട്ട് ചെല്ലുന്നു. അതാണ് 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. 7 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവും ശിഷ്യന്മാരും തമ്മിൽ മരണത്തെക്കുറിച്ച് ഉള്ള സംസാരം അല്ലെങ്കിൽ മരണം എന്ന അവസ്ഥയെക്കുറിച്ചുള്ള ചർച്ചയാണ് അവിടെ നടക്കുന്നത്. 7 മുതൽ 16 വരെയുള്ള വാക്യങ്ങള്. 17 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ വരുമ്പോൾ മാർത്തയും മറിയയും പറയുന്ന ഒരു പ്രധാന വാക്കാണ് നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് പറഞ്ഞാൽ യേശു കർത്താവിന്റെ അസാന്നിധ്യത്തെക്കുറിച്ച് തൻ്റെ ശിഷ്യന്മാർ അല്ലെ യേശു കർത്താവിന്റെ ശിഷ്യൻ പറയുന്ന പരിഭവം സ്വാഭാവികമായിട്ടും ഇന്നത്തെ നമ്മളോടുള്ള ബന്ധത്തിലും പ്രാക്ടിക്കലായിട്ടിരുന്ന ഒരു വിഷയമാണ്. നാം ഒരു പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോൾ കർത്താവ് അവിടെ ഇടപെടാതെ വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരു പരിഭവം. അപ്പം അവിടെ ഒരു പ്രത്യേക 17-ാം വാക്യം മുതൽ 37-ാം വാക്യം വരെ ആ ഒരു പരിഭവവും അതിന് കർത്താവ് നൽകുന്ന മറുപടിയാണ് പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയം. 38 മുതൽ 53 വരെയുള്ള വാക്യങ്ങളില് ലാസറിന്റെ ഉയർപ്പ് അല്ലെ ലാസറിനെ ഉയർപ്പിക്കുന്നത് നമ്മൾ കാണുന്നു. നമ്മൾക്ക് എല്ലാവർക്കും വളരെ പരിചിതമായിരിക്കുന്നതുകൊണ്ട് ഒത്തിരി ആഴമായിട്ടുള്ള ഒരു
വാക്യം പ്രതിവാക്യമായിട്ടുള്ള ഒരു സഞ്ചാരം ഇവിടെ ആവശ്യമില്ല. അതിലെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ചില സന്ദേശങ്ങൾ ഒരുമിച്ച് പങ്കുവച്ച് അടുത്ത അധ്യായങ്ങളിലേക്ക് കടന്നു പോകാം എന്നാണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ഇവിടെ 11-ാം അധ്യായം ആദ്യ സെക്ഷൻ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ കർത്താവും യോഹന്നാൻ എഴുതി വരുമ്പോൾ മാർത്തയെയും മറിയയെയും പരിചയപ്പെടുത്തുന്നതും ഈ ലാസർ ആരാണ് എന്നത് വായനക്കാർക്ക് പരിചയപ്പെടുത്തുന്ന രംഗമാണ് നമ്മളോട് കാണുന്നത്. എന്നാൽ ഇവിടെ ഈ ആദ്യത്തെ 2 വാക്യങ്ങളിൽ പ്രതിപാദിക്കുന്ന വിഷയം, ആ സംഭവം നടക്കുന്നത് 12-ാം അധ്യായത്തിലാണ് എഴുതുന്നത്. അപ്പോൾ ഇവിടെ താൻ യേശു ചെയ്ത അത്ഭുതങ്ങളോടുള്ള ബന്ധത്തിൽ അത്ഭുതങ്ങളുടെ അല്ലെങ്കിൽ അടയാളങ്ങളുടെ അവസാനത്തെ അല്ലെങ്കിൽ ഏറ്റവും ക്ലൈമാക്സ് ആയിട്ട് മരണത്തിൽ നിന്നുള്ള ഉയർപ്പിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ഇത് കർത്താവിന്റെ മരണ പുനരുദ്ധാനങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു വിഷയമായിട്ടാണ് യോഹന്നാൻ വിഷയത്തെ കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ആദ്യത്തെ വാക്യത്തിൽ അങ്ങനെ പറയുന്നത്, ഈ മറിയയായിരുന്നു കർത്താവിനെ പരിമള തൈലം കൊണ്ട് പൂശി തന്റെ തലമുടി കൊണ്ട് കാൽ തുടച്ചത്. അവിടെ കർത്താവ് പറയുന്ന വാക്ക്, ഇവിടെ എന്റെ മരണത്തിന് വേണ്ടി ഇത് ചെയ്തു എന്ന് നിങ്ങൾ കണക്കിട്ടുകൊള്ളുക എന്നാണ് 12-ാം അധ്യായത്തിൽ പറയുന്നത്. അതിലേക്ക് നമ്മൾ പിന്നാലെ വരും. അപ്പോൾ ഇവിടെ ഈ ആദ്യത്തെ സെക്ഷനിൽ കർത്താവ് പ്രത്യേകിച്ച് പറയുന്ന ഒരു വാക്ക്, ദൈവമക്കൾ അല്ലെങ്കിൽ കർത്താവിന്റെ പ്രിയ മക്കൾ കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ അവരെ കുറിച്ചുള്ള ആ ഒരു കർത്താവിന്റെ ഒരു കൺസേൺ 3-ാം വാക്യത്തിൽ വരുമ്പോൾ ഈ ദൂത് അയക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കർത്താവെ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് അറിയിച്ചു. ഈ പ്രിയൻ എന്നുള്ള വാക്ക് അല്ലെങ്കിൽ പ്രിയപ്പെട്ടത് എന്നുള്ള വാക്ക് ഈ അധ്യായത്തിൽ 3 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. 3-ാം വാക്യത്തിലുണ്ട്, 5-ാം വാക്യത്തിലുണ്ട്. 3-ാം വാക്യത്തിൽ പ്രിയനായവൻ എന്ന് കാണുന്നു. 5-ാം വാക്യത്തിൽ വരുമ്പോൾ ലാസറിനെയും മാർത്തയെയും അവരുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു എന്ന് നമ്മൾ കാണുന്നു. 36-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ യഹൂദന്മാര് പറയുന്ന ഒരു പ്രയോഗമാണ്, കണ്ടോ അവനോട് എത്ര പ്രിയം ഉണ്ടായിരുന്നു എന്ന് പറയും. 3 പ്രയോഗങ്ങൾ ഇവിടെ നമ്മൾ കാണുന്നു. പ്രിയനായവൻ എന്ന് നമ്മൾ ആദ്യം കാണുന്നു, രണ്ടാമതായിട്ട് വളരെ സ്നേഹിച്ചു എന്ന് കാണുന്നു, 3-ാമതായിട്ട് വരുമ്പോൾ ഇത്രയും പ്രിയം ഉണ്ടായിരുന്നോ, പ്രിയവും സ്നേഹവും എന്ന 2 പ്രയോഗങ്ങൾ ഇവിടെയുണ്ട്. കർത്താവ് പരസ്യ ശുശ്രൂഷ കാലത്ത് കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവിനെ സ്നേഹിച്ച ആളുകളോട് അവരുടെ ഹൃദയത്തിന്റെ ഭാവത്തെ കർത്താവ് വ്യക്തമായിട്ട് വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഈ വിഷയം പറയുന്നത് കാണാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെ പ്രിയനായിരിക്കുന്ന, കർത്താവിന് പ്രിയപ്പെട്ടവരും കർത്താവിനെ പ്രിയപ്പെടുന്നവരുമായിരിക്കുന്ന ഒരു കുടുംബം, 2 സഹോദരിമാരും 1 സഹോദരനും അടങ്ങുന്ന ഒരു കുടുംബമാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത, കർത്താവ് യെരുശലേമിൽ വരുമ്പോൾ യെരുശലേമിൽ നിന്നും 2 മൈല് ദൂരെ കഴിയുന്ന ഒരു സ്ഥലമാണ് ബെഥാനിയ. ആ ബെഥാനിയ എന്ന് പറയുന്നത് കർത്താവിന് എപ്പോഴും കടന്നു ചെല്ലാൻ കഴിയുന്ന, കർത്താവിന് ഒരു സേഫ് ആയിട്ട് വളരെ സ്വസ്ഥമായിട്ട് വിശ്രമിക്കാൻ കഴിയുന്ന ഒരു കുടുംബമായിരുന്നു ഈ കുടുംബം എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് കർത്താവ് ഏറ്റവും കൃത്യമായ നിലയിൽ ഇവരെ കുറിച്ച് എടുത്തു പറയുന്നുമുണ്ട്. ഇവിടെ 2 പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയം, കർത്താവ് ഇവരെ ഇത്രത്തോളം സ്നേഹിച്ചു. ആ ഒരു സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ കർത്താവിന്റെ അടുക്കിലേക്ക് ലാസർ ദീനമായി കിടക്കുന്നു എന്നുള്ള വാർത്ത അറിയിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, സ്വാഭാവികമായിട്ടും മരണകരമായിരിക്കുന്ന ഒരു രോഗം അല്ലെങ്കിൽ വളരെ ഗുരുതരമായിരിക്കുന്ന രോഗം ഗുരുതരമായ അവസ്ഥയിലേക്ക് മാറിയ സമയത്താണ് കർത്താവിന്റെ അടുക്കിലേക്ക് ഇവരൊരു ദൂതനെ അയക്കുന്നത്. ആ ദൂതുമായി അവിടെ ചെന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവര് പ്രതീക്ഷിക്കുന്നത് എന്താണ്, കർത്താവ് എത്രയും വേഗം വരും. കാരണം കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് ലാസർ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കർത്താവ് വരും, ഇല്ലെങ്കിൽ വരുമെന്നുള്ള വാർത്തയെങ്കിലും കർത്താവ് അറിയിക്കും എന്നുള്ളതാണ് ഇവരുടെ പ്രതീക്ഷ. എന്നാൽ കർത്താവിന്റെ പ്രതികരണം അവിടെ ഡിഫറൻ്റ് ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. താഴെ നമ്മൾ വായിക്കുമ്പോൾ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടാരെ താൻ ഇരുന്ന സ്ഥലത്ത് 2 ദിവസം പാർത്തു. അപ്പൊ കർത്താവിന്റെ ചില പ്രവൃത്തികൾ അങ്ങനെയാണ്. അതിന്റെ ചില പിന്നിൽ പ്രത്യേക ഉദ്ദേശങ്ങളും ഉണ്ട്. ഈ ഉപമകൾ ഈ നിലയിൽ യോഹന്നാൻ എഴുതി വരുമ്പോൾ 21-ാം നൂറ്റാണ്ടിൽ വായിക്കുന്ന നമ്മോടുള്ള ബന്ധത്തിലും പ്രായോഗികമായി ചിന്തിക്കേണ്ട ചില ഗുണപാഠങ്ങൾ നമ്മൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തരുവാനായിട്ട് ദൈവാത്മാവ് പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്നു. അതിനുവേണ്ടിയാണ് യോഹന്നാനെ കൊണ്ട് ഈ ചില പ്രയോഗങ്ങൾ പ്രത്യേകമായി ചേർത്തിരിക്കുന്നത്. കർത്താവ് എല്ലാവരെയും പ്രിയപ്പെട്ടവരാണ്, കർത്താവിന്റെ ശിഷ്യന്മാരെയും ഒക്കെ കർത്താവ് സ്നേഹിച്ചിട്ടുണ്ട്. എന്നാൽ ഏറ്റവും ഹൃദയത്തോട്, അപ്പൊ യോഹന്നാൻ കർത്താവിന്റെ മാറോട് ചേർന്നിരുന്ന ശിഷ്യനാണ്. അതുകൊണ്ട് ഈ കർത്താവിന്റെ ഹൃദയഭാവം ഇവരോടുള്ള ബന്ധത്തിൽ എങ്ങനെയായിരുന്നു എന്ന് വ്യക്തമായിട്ട് ഉൾക്കൊള്ളുവാനായിട്ട് യോഹന്നാന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ ഈ വാക്ക് പറയുന്നത്. അത്രയും ഏറെ സ്നേഹിച്ച ലാസറിന് മരണകരമായ ദീനം വന്നു കഴിയുമ്പോൾ കർത്താവ് അതിനോട് പ്രതികരിച്ച വിഷയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുക, അവൻ
ഇങ്ങനെയാണ് കർത്താവ് ലാസറിനെയും മറിയെയും മാർത്തയും വളരെ സ്നേഹിച്ചു. എന്നിട്ടും അത്രത്തോളം സ്നേഹമുണ്ടായിട്ടും വാർത്ത കേട്ടിട്ട് താൻ ഇരുന്ന സ്ഥലത്ത് 2 ദിവസം കൂടെ അവിടെ സ്റ്റേ ചെയ്തു, അല്ലെങ്കിൽ വരുവാനായിട്ട്, അല്ലെങ്കിൽ അതിനോടൊരു പ്രതികരണം നടത്തുവാനായിട്ട് കർത്താവ് ശ്രമിച്ചു. ആ വിഷയത്തെക്കുറിച്ച് കർത്താവ് അധികം ഒന്നും സംസാരിച്ചില്ല എന്നതിന്റെ ആശയം. കാരണം 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുന്ന ഒരു വിഷയം, അതിന്റെ ശേഷം ഈ 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് കർത്താവ് ശിഷ്യന്മാരുമായിട്ട് ഈ വിഷയവുമായിട്ട് ഒരു സംസാരം, ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. സ്വാഭാവികമായിട്ടും ഇവര് വന്ന വിഷയം ശിഷ്യന്മാരും അറിഞ്ഞിരിക്കണം മെസ്സഞ്ചറിനെ അയക്കുമ്പോൾ. എന്നാൽ ഇവിടെ നിന്ന് നമുക്ക് കുറിക്കൊള്ളുവാനായിട്ടുള്ള പാഠം എന്ന് പറയുന്നത്, കർത്താവ് താൻ സ്നേഹിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിന് ഒരു പ്രത്യേക പദ്ധതി നമ്മുടെ ജീവിതത്തെക്കുറിച്ചുണ്ട്. നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നു, കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. ഇത് യാഥാർത്ഥ്യമായിരിക്കുന്ന വിഷയമാണ്. ഈ സ്നേഹത്തിൽ അളവുകളുണ്ട്. നമ്മൾ എത്രത്തോളം കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നു, കർത്താവ് നമ്മളോട് അത്രത്തോളം ചേർന്ന് നിൽക്കുന്നു. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളുടെ അടുക്കലേക്കും ചേർന്ന് വരുവിൻ എന്ന് പറയുന്നത്. എല്ലാവരും വിശ്വാസികളാണ്, എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്, എല്ലാവരും ദൈവമക്കളാണ്. എന്നാൽ വ്യക്തിപരമായി കർത്താവുമായിട്ട് എത്രത്തോളം അടുത്തു നിൽക്കുന്നോ അവിടെയുമാണ് ഈ പ്രിയം, സ്നേഹം, പ്രിയപ്പെട്ടത് എന്നുള്ള പ്രയോഗങ്ങൾ വരുന്നതെന്ന് കാണുവാനായിട്ട് കഴിയും. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ പോലും പ്രിയപ്പെട്ടവന്റെ ജീവിതത്തിൽ അവൻ മരണകരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് ഉടനടി പ്രവർത്തിക്കാതെ, കർത്താവിന് ലാസറിന്റെ അസുഖത്തോടുള്ള ബന്ധത്തിൽ ഒരു പദ്ധതിയുണ്ട്. അതാണ് അവിടെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയം. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ വിഷയങ്ങൾക്കും ദൈവത്തിനൊരു പദ്ധതിയുണ്ട് എന്നുള്ളതാണ് അടിസ്ഥാനപരമായി ഈ വേദഭാഗം നമുക്ക് തരുന്ന സന്ദേശം. അത് കർത്താവ് ഡിലേ ചെയ്യുകയാണ്. അതിന് മറുപടി കൊടുക്കുവാനായിട്ട് അവിടെ നമ്മൾ ആ ദൂതന്റെ മറുപടി കൊടുക്കുന്നത് എന്താ? 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൂതൻ ആ വിഷയവുമായിട്ട് വന്നു, കർത്താവ് നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. മറ്റൊരാളാണ് വന്ന് പറയുന്നത്, പറയിച്ചു. അപ്പോൾ യേശു കൊടുക്കുന്ന മറുപടി എന്ന് പറയുന്നത്, ഈ ദീന മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്ര. വളരെ കൃത്യമായ നിലയിൽ ഒരു മറുപടി കൊടുത്തു വിടുകയാണ്. സ്വാഭാവികമായും മാനുഷികമായ നിലയിൽ ഈ സഹോദരിമാർക്ക് ലാസറിന്റെ ജീവിതത്തെ കുറിച്ച് വളരെ കൺസേൺ ഉണ്ട്. എന്നാൽ ഈ ദൂതൻ ഈ മൈലുകൾ താണ്ടി ഈ ഭവനത്തിലേക്ക് ഈ സന്ദേശവുമായിട്ട് വരുമ്പോൾ, സാധാരണ കർത്താവ് പലപ്പോഴും നമ്മുടെ രൂപം വായിക്കുമ്പോൾ നിന്റെ മകന് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് കർത്താവ് ദൂരെ ഇരുന്നുകൊണ്ട് തന്നെ സൗഖ്യം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇത് ശിഷ്യന്മാരും കണ്ടിട്ടുള്ള വിഷയമാണ്. എന്നാൽ ഇവിടെ കർത്താവ് വ്യത്യസ്തമായ ഒരു സമീപനം സ്വീകരിക്കുന്നു. അവിടെ കർത്താവ് പറയും, ദൈവപുത്രന്റെ നാമം മഹത്വപ്പെടണം, ദൈവത്തിന് മഹത്വം ഉണ്ടാകണം. യേശു കർത്താവ് താൻ ദൈവമാണ് എന്നുള്ള വിഷയം വളരെ ഊന്നൽ നൽകി പറയുന്ന ഒരു പ്രസ്താവനയായിട്ട് നമുക്കിത് കാണുവാനായിട്ട് കഴിയും. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ, രോഗങ്ങളിലൂടെ, ഞെരുക്കങ്ങളിലൂടെ, പല കഷ്ടതകളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ, ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് മാക്സിമം ചേർന്ന് ജീവിക്കുന്നു എങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ ഉടനടി മറുപടി ലഭിക്കാതെ ഒന്നും ഒരു പക്ഷേ ചിലപ്പോൾ നമ്മൾ ആ പ്രതിസന്ധിയിൽ വട്ടം കറങ്ങുന്ന അവസ്ഥ നമുക്കുണ്ടാകാം. എന്നാൽ നമ്മളോട് മനസ്സിലാക്കേണ്ട വിഷയം, കർത്താവ് കൈവിട്ടത് കൊണ്ടല്ല നാം അങ്ങനെ ആയിരിക്കുന്നത്. കർത്താവിന് ഒരു മഹത്വം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു അനുഭവത്തിലൂടെ ഉണ്ടാകണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇനി 7 മുതലുള്ള വാക്യങ്ങൾ, നമ്മൾ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവും ശിഷ്യന്മാരും തമ്മിലുള്ള ഒരു സംസാരമാണ് നമ്മളവിടെ കാണുന്നത്. അതായത് ഈ 2 ദിവസം കർത്താവ് അവിടെ പാർത്തു. അതിനുശേഷം ശിഷ്യന്മാരോട് നാം യഹൂദ്യയിലേക്ക് പോവുക എന്ന് കർത്താവ് പറയുകയാണ്. ഈ കർത്താവ് ശിഷ്യന്മാരോട് പറയുമ്പോൾ ശിഷ്യന്മാർ ഓൾറെഡി പേടിച്ചിരിക്കുക. കാരണം 10-ാം അധ്യായം അവസാനിക്കുമ്പോൾ കർത്താവിനെ പിടിക്കുവാനും കൊല്ലുവാനും യഹൂദന്മാര് ചട്ടം കൂട്ടി നിൽക്കുന്ന അവസ്ഥയാണ് 10-ാം അധ്യായ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കർത്താവ് യെരുശലേം വിട്ട് ദൂരദേശത്ത് പോയി ഇപ്പോൾ ആയിരിക്കുന്നത്. അവിടെയുള്ള ജനം കർത്താവിന്റെ വാക്ക് കേൾക്കുകയും പലരും വിശ്വസിക്കുകയും ചെയ്യുന്നതായിട്ട് 10-ാം അധ്യായം 40 തൊട്ടുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നു. അപ്പോൾ അവിടെ ആയിരിക്കുമ്പോൾ ഈ ശിഷ്യന്മാരുടെ ഹൃദയത്തിൽ ഇനി യെരുശലേമിലേക്ക് ഉടനെ പോകാൻ പാടില്ല എന്നൊരു കൺസെപ്റ്റാണ് അവരുടെ ഉള്ളിലുള്ളത്. കാരണം അവിടെ ചെന്നാൽ അവർ പിടിച്ച് കർത്താവിനെ കൊല്ലും, അതാണ് പ്രശ്നം. അപ്പോൾ കർത്താവ് നാം യഹൂദിയിലേക്ക് പോവുക. ഇവിടെ വിഷയം ലാസറിന്റെ വീട്ടിൽ നിന്ന്, ബഥാനിയയിൽ നിന്ന്, യെരുശലേമിൽ നിന്ന് 2 നാഴിക അകലെ പാർക്കുന്ന ബഥാനിയയിൽ നിന്നാണ് ഇങ്ങോട്ട് റിക്വസ്റ്റ് വന്നിരിക്കുന്നത്. എന്ത് വന്നിരിക്കുന്നത്? ലാസർ ദീനമായി കിടക്കുന്നു. പക്ഷെ കർത്താവ് പറയാൻ നമ്മൾ യഹൂദിയിലേക്ക് പോകുക എന്നാണ്. അത് ശിഷ്യന്മാരെ ഒന്ന് അളക്കുവാനും ശിഷ്യന്മാരുടെ മനോഭാവത്തെ ഒന്ന് ശോധന ചെയ്യാനും വേണ്ടി കർത്താവ് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് കേട്ട പാടെ 8-ാം വാക്യത്തിൽ വരുമ്പോൾ ശിഷ്യന്മാർ അവനോട്, റബ്ബി, യഹൂദന്മാർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിവാൻ ഭാവിച്ചുവല്ലോ, നീ പിന്നെയും അവിടെ പോകുന്നുവല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ
ശിഷ്യന്മാരെ സംബന്ധിച്ച് കർത്താവിന് നേരിടുന്ന കർത്താവിന് പീഡനം കിട്ടിയ സ്വാഭാവികമായിട്ട് ശിഷ്യന്മാർക്കും കിട്ടും. ആ ഒരു പേടി, മരണഭയം അവർക്ക് ഉള്ളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങോട്ട് പോകുവാനായിട്ട്, യെരൂശലേമിലേക്ക് പോകുവാനായിട്ട് അവർക്ക് ശങ്കയുണ്ട്, മടിയുണ്ട് എന്ന് കാണുവാനായിട്ട് കഴിയും. അതിന് കർത്താവ് കൊടുക്കുന്ന മറുപടി 9ഉം 10ഉം വാക്യങ്ങളിൽ കർത്താവ് ഒരു ഉപമ പോലെയാണ് ആ വിഷയം പറയുന്നത്. പകലിന് 12 മണി നേരമില്ലയോ? പകൽ സമയത്ത് നടക്കുന്നവൻ ഈ ലോകത്തിന്റെ വെളിച്ചം കാണുന്നത് കൊണ്ട് ഇടറുന്നില്ല. രാത്രിയിൽ നടക്കുന്നവനോ അവന് വെളിച്ചമില്ലായി കൊണ്ട് ഇടർന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ കർത്താവ് യഹൂദയിലേക്ക് പോകുന്നതിന് ഒരുങ്ങുന്നതിനുള്ള കാരണമാണ് കർത്താവ് ഇവിടെ അവരോട് ഒരു ഉപമ പോലെ പറയുന്നത്. പകൽ നടക്കുമ്പോൾ, പകൽ വെളിച്ചത്തിൽ നടക്കുന്നവന് അനർത്ഥത്തെ പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം എല്ലാം വിസിബിൾ ആയിട്ട് കാണാം എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും ലളിതമായ ആശയം എന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അവൻ പല ഉപമകളിലും കർത്താവിനെ പിടിക്കുവാനായിട്ട് യഹൂദന്മാർ ശ്രമിക്കുമ്പോൾ അവിടെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു, അവന്റെ നാഴിക വന്നിട്ടില്ല, ഇല്ലാത്തത് കൊണ്ട് ആരും അവന്റെ മേൽ കൈവച്ചില്ല. അപ്പോൾ ഇവിടെ കർത്താവ് അവരോട് കൃത്യമായിട്ട് പറയുന്നത്, നമ്മളിപ്പോൾ യഹൂദയിലേക്ക് പോകുന്നു എങ്കിലും എൻ്റെ മേൽ അവർ കൈവെക്കുന്നതിന് ഒരു സമയം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പിതാവ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്തെക്കുറിച്ച് എനിക്കും വ്യക്തമായിരിക്കുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, എപ്പോഴാണ് അവരുടെ. അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ എനിക്ക് ഭയമില്ല എന്ന് അവരോട് പറയുകയാണ്. അപ്പോൾ ആ വിഷയം ഇവർക്ക് വേണ്ടോളം മനസ്സിലായിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റത്തില്ല. എന്നാൽ ദൈവിക പദ്ധതിയുടെ വെളിച്ചത്തിൽ നടക്കുമ്പോൾ അനർത്ഥത്തെ പേടിക്കേണ്ട ആവശ്യമില്ലെന്നാണ് അതിന്റെ ശരിയായ ആശയം. പിതാവായ ദൈവം പുത്രനെ ഏൽപ്പിച്ച ദൗത്യം, അതിനൊരു നാഴിക, എപ്പോഴാണ്, ഏത് സമയത്താണ് പുത്രൻ പിടിക്കപ്പെടേണ്ടത്, ക്രൂശിക്കപ്പെടേണ്ടത്, മരിക്കേണ്ടത്, ഉയർക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ദൈവത്തിന്, അല്ലെങ്കിൽ ദൈവിക പദ്ധതി അവിടെ നിൽക്കുന്നുണ്ട്. ആ പദ്ധതി പ്രകാരം നടക്കുമ്പോൾ അതിന് മുമ്പിൽ വരുന്ന ഏത് വിഷയങ്ങൾക്കും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നത് കർത്താവിന്റെ നിലപാടാണ്. അപ്പൊ ശിഷ്യന്മാരോടും കർത്താവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത്, അനർത്ഥങ്ങളെ മുമ്പിൽ കണ്ട് ഭാരപ്പെടേണ്ട ആവശ്യമില്ല, കാരണം ദൈവം അനുവദിക്കുന്ന സമയത്ത് മാത്രമേ അത് ജീവിതത്തിൽ വരികയുള്ളൂ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന, നിങ്ങൾക്ക് ഭൂമിയിൽ കഷ്ടമുണ്ട്, നമ്മുടെ കർത്താവ് പറയുന്നത് നിങ്ങൾക്ക് ഭൂമിയിൽ കഷ്ടമുണ്ട്. അപ്പൊ നമ്മുടെ വിശ്വാസ ജീവിതത്തിലും നാം ജീവിച്ചു വരുമ്പോൾ പലവിധ അനർത്ഥങ്ങളിലൂടെ, അത് വ്യക്തി ജീവിതത്തിലാകാം, കുടുംബ ജീവിതത്തിലാകാം, സഭാ ജീവിതത്തിലാകാം, സമൂഹ ജീവിതത്തിലാകാം, നാം ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ നമുക്ക് വളരെ വേദന ഉണ്ടാക്കുന്ന അനുഭവങ്ങളോട് നാം കടന്നു പോകേണ്ട സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാകുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ചില സാഹചര്യങ്ങൾ കർത്താവിന് അതിനു മുമ്പ് തന്നെ പരിഹരിക്കുവാനായിട്ട് കഴിയും. ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, ഒരു നോട്ടം നോക്കിയാൽ മതി, കർത്താവ് ഹൃദയത്തിൽ ഒന്ന് ചിന്തിച്ചാൽ പരിഹാരം വരുന്ന വിഷയങ്ങളേ ഉള്ളൂ. എന്നാൽ ചില വിഷയങ്ങളിലൂടെ കർത്താവ് നമ്മളെ കടത്തിവിടുന്നത്, കർത്താവിനൊരു പദ്ധതിയുണ്ട്, നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അവിടുത്തെ ഏറ്റവും അൾട്ടിമേറ്റ് പദ്ധതി എന്ന് പറയുന്നത് ദൈവത്തിന് മഹത്വം ഉണ്ടാകണമെന്നുള്ളതാണ്. അതുകൊണ്ട് ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നാം കടന്നു പോകുമ്പോൾ നാം കുറിക്കൊള്ളേണ്ട വിഷയം, ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു കൊടുത്ത വിഷയം, പിതാവിന് മഹത്വം ഉണ്ടാകണം എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. പിന്നീട് കർത്താവ് താഴോട്ട് വരുമ്പോൾ അവരോട് ആ 16-ാം അധ്യായത്തിലേക്ക് 15-ാം വാക്യത്തിൽ വരുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു, നിങ്ങൾ വിശ്വസിക്കുവാൻ ഇടയാകുമല്ലോ. ഇവിടെ കർത്താവ് ഈ ഡിലേ ചെയ്തതിന്റെ, ഈ 2 ദിവസം ഡിലേ ചെയ്ത് അതിനുശേഷം ലാസറിനെ അടക്കി മരിച്ചതിന് ശേഷം 4-ാം ദിവസമാണ് കർത്താവ് അവിടെ എത്തുന്നതെന്ന് പിന്നീട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ 4 ദിവസത്തോളം ഗ്യാപ്പ് ഇവിടെ ഉണ്ടാകുവാനായിട്ട് കർത്താവ് അത് മനഃപൂർവ്വമായിട്ട് ഡിലേ ചെയ്തത്. കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ പലരിൽ അത് വിശ്വാസത്തിലെ ബലഹീനരായിട്ടുള്ളവർ ബലപ്പെടണം, ഏറ്റക്കുറച്ചിലുള്ളവർ കൂടുതൽ അളവിലേക്ക് അത് വരണം. അപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട്, നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുവാൻ ഞാൻ അപ്പോൾ അവിടെ ഇല്ലാതിരുന്നത് ഉപകാരപ്പെടും, അല്ലെങ്കിൽ ഞാൻ ആ വാർത്ത കേട്ട പാടെ അങ്ങോട്ട് പോകാതിരുന്നത് നിങ്ങൾക്ക് വിശ്വാസം വർദ്ധിക്കുവാനായിട്ട് ഉപകാരപ്പെടും എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ ശിഷ്യന്മാരുടെ പ്രശ്നം എന്താണ്? ശിഷ്യന്മാർക്ക് യെരൂശലേമിലേക്ക് പോകാൻ പേടിയാണ്, അവിടെ ഉപദ്രവമുണ്ട്, മരണം മുന്നിൽ നിൽക്കുന്നു. അപ്പോൾ കർത്താവ് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രധാന വിഷയം, പിതാവിനോടുള്ള, ആ പിതാവിന്റെ പദ്ധതിയോടുള്ള പുത്രന്റെ ചേർന്നുള്ള ജീവിതം, ആ പിതാവിന്റെ മഹത്വത്തിന് വേണ്ടി പിതാവ് കൽപ്പിക്കുന്നത് പോലെ ആ നാഴികയ്ക്ക് വേണ്ടി കൃത്യമായ അനുസരണത്തോടെ പുത്രൻ ജീവിക്കുന്നത് കൊണ്ട് പകൽ വെളിച്ചത്തിൽ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ നേരിട്ട് അഭിമുഖീകരിക്കുവാനായിട്ട് മുമ്പോട്ട് പോകുവാൻ പുത്രന് യാതൊരു മടിയും ഇല്ല. അതുപോലെ തന്നെ ശിഷ്യന്മാരായിരിക്കുന്നവരും ദൈവത്തോടുള്ള അനുസരണത്തിൽ ലോകത്തെ, മരണത്തെ ഭയപ്പെടാതെ മുന്നോട്ട് പോകണമെന്നുള്ളതാണ് കർത്താവ് അവിടെ നൽകുന്ന സന്ദേശം. ഇവിടെ കർത്താവ് അവരോട് പറയുന്ന വിഷയം, യെരൂശലേമിലേക്ക് പോകുവാനായിട്ടുള്ള കാരണം പറയുന്നത് അതിന്റെ 9-ാം വാക്യത്തിൽ വരുമ്പോൾ, 8-ാം വാക്യത്തിൽ 10-ാം വാക്യത്തിലാണ്, നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു. യേശു വളരെ സ്നേഹിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. ആദ്യം പറയുന്നത് ഈ ലാസറിനെയും മാർത്തയും യേശു വളരെ സ്നേഹിച്ചു. എന്നാൽ
11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പ്ലൂറൽ ഫോം ഈ ശിഷ്യന്മാരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു. അപ്പോൾ ശിഷ്യന്മാർ പറയുന്ന മറുപടി ഏറ്റവും രസമാണ്. നമ്മളിത് ഈ യോഹന്നാൻ എഴുതുന്ന ശൈലിയിൽ തന്നെ ഒന്ന് വായിച്ചു പോയി കഴിഞ്ഞാൽ വളരെയധികം നമ്മുടെ ഇന്നത്തെ മാനസികാവസ്ഥയെ വ്യക്തമായി ചിത്രീകരിക്കുന്ന ഒരു രംഗമുണ്ട്. ഇവർക്ക് ഓൾറെഡി യെരൂശലേമിലേക്ക് പോകാൻ പേടിയാണ്. അപ്പോൾ നിദ്ര കൊള്ളുന്നു എന്ന വാക്ക് കർത്താവ് പറഞ്ഞപ്പോൾ അവര് പറയുന്നത് എന്താണ്? അവൻ നിദ്ര കൊള്ളുകയാണെങ്കിൽ അവൻ തനിയെ ഉണർന്നോളും. നമ്മൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. കർത്താവ് പറയും, ഞാൻ അവനെ ഉണർത്തുവാനായിട്ട് പോവുകയാണ് എന്ന് പറയുമ്പോൾ ശിഷ്യന്മാർ പറയുകയാണ്, കർത്താവെ, അവൻ നിദ്ര കൊള്ളുന്നുവെങ്കിൽ അവന് സൗഖ്യം വരും എന്ന് പറയും. ഇതിനു മുമ്പ് കർത്താവ് ശിഷ്യന്മാരുമായിട്ട് സഞ്ചരിക്കുമ്പോൾ നിദ്ര കൊള്ളുന്നു എന്നത് മരണത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് വ്യക്തമായ സൂചനകൾ ഈ ശിഷ്യന്മാരുടെ മൈൻഡിലുണ്ട്. അവർ പലപ്പോഴും നിദ്ര കൊള്ളുന്നു എന്നുള്ള ആ പ്രയോഗം അത് യഹൂദന്മാരുടെ ഇടയ്ക്ക് മരണത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ്. നമ്മൾ ഇന്ന് പറയാനുള്ള കർത്താവിൽ നിദ്ര പ്രാപിച്ചു. അപ്പോൾ നിദ്ര എന്നുള്ളത് മരണത്തിന്റെ ഒരു പര്യായമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇവർക്കറിയാം. പക്ഷെ ഇവിടെ ഇവരിങ്ങനെ എടുത്തു പറയാനായിട്ടുള്ള കാരണം യെരൂശലേമിലേക്ക് പോകാനുള്ള പേടി കാരണമാണ്. എന്നാൽ 15-ാം വാക്യത്തിൽ വരുമ്പോൾ അവര് സ്പഷ്ടമായിട്ട് കർത്താവ് കൃത്യമായിട്ട് അവരോട് പറയുകയാണ്, ലാസർ മരിച്ചുപോയി. അപ്പോൾ ശിഷ്യന്മാരുടെ മുമ്പിൽ ഇവിടെ കൺഫ്യൂഷൻ ഇങ്ങനെ ഉയർന്നു നിൽക്കുക. രണ്ടു കൂട്ടർക്കും കൺഫ്യൂഷനാണ്. ഒന്ന്, ഈ മരണത്തെ കല്ലെറിഞ്ഞു കൊല്ലുവാനായിട്ടും അല്ലെങ്കിൽ ക്രൂശിക്കുവാനായിട്ടും തയ്യാറായിട്ട് നിൽക്കുന്ന യഹൂദന്മാരുടെ അടുക്കലേക്ക് എന്തുകൊണ്ട് കർത്താവ് ഇനിയും പോകണം? അവിടെ നിന്ന് ഒരു വിധത്തിലാണ് രക്ഷപ്പെട്ട് ഇവിടെ വന്നിരിക്കുന്നത്, ഇനി എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? ഇത് ശിഷ്യന്മാരുടെ മനസ്സിൽ കുടികൊള്ളുന്ന ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ അതേ സമയത്ത് ബഥാനിയയിൽ എന്ത് സംഭവിക്കുക? മാർത്തയും മറിയുടെ ഹൃദയത്തിൽ വളരെ ഭാരമുണ്ട്. ഞങ്ങളുടെ ദൂതനെ തന്റെ പ്രിയനായവൻ ഇത്രയും ദീനമായി കിടക്കുന്നു എന്ന് അറിയിച്ചിട്ടും എന്തുകൊണ്ടാണ് കർത്താവ് വരാത്തത്? ഇങ്ങനെ ഈ രണ്ടുവിധ ചിന്തകൾ നടുവിലാണ് ഈ ഈവന്റ് അല്ലെങ്കിൽ ഈ സംഭവം നടക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മളൊക്കെ ഈ നിലയിലുള്ള ചോദ്യങ്ങൾ ഫേസ് ചെയ്യുന്നവരോട്, ഒന്ന്, നമ്മൾ കർത്താവിനോട് വിഷയം അറിയിച്ചിട്ട് എന്തുകൊണ്ട് കർത്താവ് പ്രതികരിക്കുന്നില്ല, കർത്താവ് എന്തുകൊണ്ട് ഒരു പരിഹാരം ഒരുക്കുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നു. അതുപോലെ തന്നെ അപകടം മുന്നിൽ കണ്ടുകൊണ്ട് എന്തിനാണ് കർത്താവ് ഇങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് പിന്നെയും പോകുന്നത് എന്നുള്ള ചിന്തയുമായിട്ട് ശിഷ്യന്മാരും നിൽക്കുന്നു. ഇങ്ങനെ പലവിധ ചിന്തകൾ മുന്നിൽ നിൽക്കുമ്പോൾ കർത്താവിന് അതിനെക്കുറിച്ചൊരു പ്രത്യേക പദ്ധതി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയം. 16-ാം വാക്യത്തിൽ വരുമ്പോൾ ദിദിമോസ് എന്ന പേരുള്ള തോമസ്, പുള്ളി പൊതുവെ ഒരു സംശയരോഗിയാണ് എന്ന് പറയുന്നത്, അല്പ വിശ്വാസത്തിന് തീക്ഷ്ണത കുറവുള്ള അല്ലെങ്കിൽ സംശയാലുമാണ് ഈ തോമസ്. ഏത് കാര്യത്തിനും നമ്മൾ അദ്ദേഹത്തെ ഡൗട്ടിയൻ തോമസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ തോമസ് സഹശിഷ്യന്മാരോട് അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോക എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഈ മതതീവ്രവാദികളായിരിക്കുന്ന യഹൂദന്മാരുടെ കുറിച്ചുള്ള പേടി വളരെ കൂടുതലാണ്. എന്നാൽ കർത്താവിനോടുകൂടെ മരിക്കേണ്ടതിന് വേണ്ടി നമുക്കും കൂടെ പോകാം എന്ന് പറഞ്ഞ് അവർ വരികയാണ്. ഇനി 17 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ 17 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ ഇവിടെ കർത്താവ് ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, ഈ ശിഷ്യന്മാർക്ക് മുമ്പിൽ കർത്താവ് അവതരിപ്പിക്കുന്ന ഒരു സന്ദേശം. കർത്താവ് എന്തിനാണ് ഡിലേ ചെയ്തത്? എന്തുകൊണ്ടാണ് ലാസറിനെ മരിക്കുവാനായിട്ട് കർത്താവ് അനുവദിച്ചത്? അതിന്റെ ഏറ്റവും പ്രാഥമികമായിരിക്കുന്ന ഒരു ലെസൺ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം വായിച്ച തീം വാക്യമാണ്. 25-ാം വാക്യം, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. യേശു കർത്താവ് മരണത്തിന്മേലും ജീവന്റെ മേലും അധികാരമുള്ള വ്യക്തിയാണെന്ന് വ്യക്തമായിട്ട് ഇവർക്ക് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ലാസറിനെ, ഏറ്റവും പ്രിയപ്പെട്ടവനായ ലാസറിനെ മരണത്തിന്റെ അനുഭവത്തിലേക്ക് മാത്രമല്ല ശരീരം ഡീറ്റിയാക്കണം, 4 ദിവസം കഴിഞ്ഞ് ചെല്ലുന്നവർ എന്ന് പറഞ്ഞാൽ മാനുഷികമായ നിലയിൽ ഒരു ഉദ്ധാരണത്തിന് വേണ്ടിയുള്ള യാതൊരു സാഹചര്യവും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ കർത്താവ് പ്രവർത്തിക്കുന്ന രീതി ഇവരുടെ ഹൃദയത്തിന്റെ കണ്ണ് തുറക്കണം എന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. 17 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ അവിടെ പറഞ്ഞ പോലെ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ലാസർ അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഇവിടെ ഈ ഒരു പ്രയോഗം 3 പ്രാവശ്യം ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 21-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. 32-ാം വാക്യത്തിൽ വരുമ്പോൾ മറിയയും കർത്താവിന്റെ അടുക്കൽ വന്ന് അതേ വാക്ക് പറയുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. മറിയ അവനെ കണ്ട് അവന്റെ കാൽക്കൽ വീണു, കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. 37-ാം വാക്യത്തിൽ വരുമ്പോൾ യഹൂദന്മാർ എന്ന് പറഞ്ഞാൽ ഈ ലാസറിന്റെ കല്ലറക്കിലേക്ക് മറിയയുടെ കൂടെ ചെല്ലുന്ന യഹൂദന്മാർ, അവിടെ ദുഃഖിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന യഹൂദന്മാരിൽ ചിലർ, കുരുടന്റെ കണ്ണു തുറന്ന ഇവനെയും മരിക്കാതാക്കുവാൻ കഴിഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. എന്ന് പറയാം, കർത്താവിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ കർത്താവ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ലാസർ ഒരു മരണത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ട അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു. മറിയ അല്ലെങ്കിൽ മാർത്ത കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, കർത്താവെ,
അവന്റെ പ്രാണൻ പോകുന്നതിന് മുമ്പ്, അല്പം മുമ്പെങ്കിലും നിനക്കൊന്ന് ഇവിടെ വരാമായിരുന്നു. ഇപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുക? 4 നാളായിരിക്കുകയാണ്. മരിച്ചതിന് ശേഷം കല്ലറയിൽ വെച്ചു 4 നാൾ എന്ന് പറഞ്ഞാൽ നാറ്റം വെച്ച് തുടങ്ങിയെന്നാണ് മാർത്ത പിന്നീട് പറയുന്നത്. അത്രയും ഡിലേ ആയതിൽ കർത്താവിനോട് പരിഭവം പറയുന്ന മാർത്തയും മറിയയും നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു എന്ന് പറഞ്ഞാൽ അവൻ മരിക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ അവൻ അന്ത്യശ്വാസം വലിക്കുന്നതിന് മുമ്പ്, ആ നിമിഷത്തിന് മുമ്പ് നീ ഇവിടെ എത്തിയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ മരിച്ച ഉടനെ ശരീരത്തിൽ നിന്ന് ആ ചൂട് ആറിപ്പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ മരിച്ച ഉടനെ നീ ഇവിടെ വന്നിരുന്നെങ്കിൽ. കാരണം ഇതിനു മുമ്പും കർത്താവ് യായിറോസിന്റെ മകനൊക്കെ ഉയർത്തി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നെങ്കിലും ഒരു പ്രതീക്ഷ മാനുഷിക നിലയിലുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ 4 നാളായിരിക്കുന്നു. അതൊരു പരിഭവമായിട്ട് അവർ കർത്താവിന്റെ മുമ്പിൽ പറയുമ്പോൾ തന്നെ മാർത്തയുടെ ജീവിതത്തിലെ ആ ഒരു 2 തലത്തെ എടുത്തു കാണിക്കുകയാണ് കർത്താവ് ചെയ്യുന്നത്. ഒന്ന്, തന്റെ സഹോദരൻ നഷ്ടപ്പെട്ടു പോയി, ആ ഒരു വേദന, പരിഭവം അവൾക്കുണ്ട്, ആ ഹൃദയവേദനയുണ്ട്. എങ്കിലും അതേ സമയത്ത് അവളുടെ വിശ്വാസത്തെ അവൾ ഏറ്റുപറയുന്നത് ഏറ്റവും അനുഗ്രഹീതമായ നിലയിൽ യോഹന്നാൻ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 22-ാം വാക്യത്തിൽ ഇപ്പോഴും നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പോഴും നീ പ്രാർത്ഥിച്ചാൽ ലാസർ ഉയർത്തെഴുന്നേറ്റ് വരും എന്നുള്ളതല്ല മാർത്ത ഇവിടെ പറയുന്നത്. നമ്മൾ അങ്ങനെ വായിച്ചു വരുമ്പോൾ അങ്ങനെ വിചാരിക്കും, ഇപ്പോൾ നീ പ്രാർത്ഥിച്ചാലും ലാസർ ഉയർത്തെഴുന്നേറ്റ് വരും എന്നാണ് മറിയുടെ ഹൃദയത്തിലുള്ള, അല്ല മാർത്തയുടെ ഹൃദയത്തിലുള്ളത് എന്ന്. എന്നാൽ അതിന്റെ ലാസ്റ്റ് വാക്യത്തിലേക്ക് വരുമ്പോൾ, കല്ലറയ്ക്കൽ ചെല്ലുമ്പോൾ മാർത്ത കർത്താവിനോട് പറയുന്ന ഒരു വിഷയമുണ്ട്. കർത്താവെ, നാറ്റം വെച്ച് തുടങ്ങി 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയറ്റ ഒരു മാനുഷിക നിലയിൽ ലാസറിന് ഒരു ഉയർപ്പ് ഇവിടെ ഇല്ല എന്ന് തന്നെ ഹൃദയത്തിൽ നിശ്ചയിച്ചിരിക്കുന്ന ഒരു മാർത്ത നമുക്ക് കാണാം. ഇവിടെ മാർത്ത പറയുന്നത് മറ്റൊരു വിഷയമാണ്. പിതാവിനോട് നീ എന്ത് അപേക്ഷിച്ചാലും പിതാവ് നിനക്ക് തരുമെന്ന് എനിക്കറിയാം. ദൈവവും കർത്താവും പിതാവായ ദൈവവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ അവൾ സാക്ഷ്യപ്പെടുത്തുമ്പോൾ കർത്താവ് അവളോട് പറയുകയാണ്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. അതിന് മറിയ കൊടുക്കുന്ന മറുപടി എന്താ? മാർത്ത കൊടുക്കുന്ന മറുപടി, ഒടുക്കത്തെ നാളിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ ഇവിടെ മാർത്ത ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു പാഠം, മരണം ഒരു ജീവിത യാഥാർത്ഥ്യമാണ്. കർത്താവിന്റെ അടുക്കിലേക്ക് സന്ദേശം അറിയിച്ചു, എങ്കിലും തന്റെ സഹോദരനെ മരിക്കുവാനായിട്ട് കർത്താവ് അനുവദിച്ചു. ഇനി ഒടുക്കത്തെ നാളിൽ, പുനരുദ്ധാന നാളിൽ ഒരു ഉയർപ്പ് എന്നുള്ളതാണ് മാർത്തയുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ കർത്താവ് പറഞ്ഞ വിഷയം എന്താണ്? നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. എപ്പോഴും എഴുന്നേൽക്കും എന്നും കർത്താവും പറയുന്നില്ല. അപ്പോൾ ഇപ്പോൾ എഴുന്നേൽക്കും എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് പ്രതിവിധി ഉണ്ടെന്ന് ചിന്തിക്കാം. അപ്പോൾ കർത്താവ് ആക്ച്വലി ചെയ്യുന്നത് ഇവിടെ ഹൃദയത്തിന്റെ വിശ്വാസത്തിന്റെ അളവിനെ കർത്താവ് ഒന്ന് ടെസ്റ്റ് ചെയ്യുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. താഴെ ഒടുവിലത്തെ നാളിൽ പുനരുദ്ധാനം ചെയ്യും എന്ന് പറഞ്ഞതിന് ശേഷം 25-ാം വാക്യത്തിൽ വരുമ്പോൾ കർത്താവ് പറയും, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. ഇതാണ് ഈ അദ്ദേഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന സന്ദേശം. ഈ ലാസറിന്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പും കൂടെ കർത്താവ് ശിഷ്യന്മാർക്കും താൻ ഏറ്റവും സ്നേഹിക്കുന്ന മാർത്തയ്ക്കും മറിയയ്ക്കും മുമ്പിൽ വെക്കുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് കർത്താവ് തന്നെയാണ് പുനരുദ്ധാനവും ജീവനും. തന്റെ ദൈവത്വത്തിന്റെ പൂർണ്ണമായ ഒരു പ്രദർശനത്തെ അവരുടെ ഹൃദയത്തിൽ ഒരിക്കൽ കൂടി ഉറപ്പിക്കുവാനായിട്ട് കർത്താവ് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അവിടെ കർത്താവ് അടുത്ത സന്ദേശം പറയുകയാണ്. അത് സുവിശേഷത്തിന്റെ കാതലായ സന്ദേശമാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല. ഒരു നാളും മരിക്കയില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് മരണമില്ല എന്നുള്ളതല്ല ആശയം. ഇവിടെ കർത്താവ് കൊടുക്കുന്ന ആശയം 2 നിലയിലാണെന്ന് കാണുവാനായിട്ട് കഴിയും. നിത്യമായ മരണത്തിൽ നിന്ന് ഒരു വിടുതലുണ്ട് എന്നുള്ള സന്ദേശം കർത്താവ് കൃത്യമായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മാർത്ത പറയുന്ന വിഷയമാണ് മാർത്തയുടെ വിശ്വാസത്തിന്റെ ടെസ്റ്റില് മാർത്ത വിജയിച്ചു എന്ന് കാണിക്കുന്ന വിഷയം. ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. തന്റെ സഹോദരൻ മരിച്ചുപോയി വന്നപ്പോൾ കർത്താവിനോട് തന്റെ ഹൃദയത്തിലെ പരിഭവം മുഴുവൻ അങ്ങോട്ട് കുടഞ്ഞിട്ട്, കർത്താവെ, നീ ഇത്രയും സ്നേഹിച്ചിട്ടും നിങ്ങൾ ഈ ഒരു വാർത്ത അറിയിച്ചിട്ട് നീ എന്തുകൊണ്ട് വന്നില്ല? നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവൻ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് നീ ഇവിടെ എത്തിയിരുന്നെങ്കിൽ അവൻ മരിക്കുകയില്ലായിരുന്നു. ഇന്ന് അവൻ മരിച്ചിട്ട് 4 ദിവസമായി കഴിഞ്ഞിരിക്കുന്നു. ആ പരിഭവം പറയുമ്പോൾ തന്നെ കർത്താവ് അവളുടെ ഹൃദയത്തെ, കർത്താവിനെ കുറിച്ചുള്ള അവളുടെ ബോധ്യത്തെ കർത്താവ് ഒന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ അവൾ കൃത്യമായിട്ട് പറയുന്ന വിഷയം, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവൾ പോയി. അവൾക്ക് പിന്നെ ഒന്നും കണ്ടു. ഇനി കർത്താവ് വന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് തന്റെ ഹിതം പോലെ ചെയ്യട്ടെ എന്നുള്ളൊരു നിലയിലേക്ക് കർത്താവ് മാർത്ത തിരിയുന്നു. പിന്നെ മറിയയുടെ അടുക്കിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ മറിയ കർത്താവിന്റെ അടുക്കിലേക്ക് വരുന്നു. അതിന്റെ 28 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ
മറിയ ഉടനെ എഴുന്നേറ്റ് കർത്താവിനെ എതിരേൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. 32-ാം വാക്യത്തിൽ വരുമ്പോൾ അവനെ കണ്ടിട്ട് അവന്റെ കാൽക്കൽ വീണു. ഈ ഒരു പ്രയോഗം മറിയയോട് ഉള്ള ബന്ധത്തിൽ കർത്താവ് 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴും കർത്താവിന്റെ കാൽക്കൽ ഇരിക്കുന്ന ഒരു മറിയ, കർത്താവ് ഉപദേശിക്കുമ്പോൾ കർത്താവിന്റെ കാൽക്കൽ ഇരിക്കുന്ന ഒരു മറിയ എപ്പോഴും കർത്താവിന്റെ പാദപീഠത്തിലാണ് കാണുന്നത്. യോഹന്നാൻ അത് വ്യക്തമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇവിടെ വന്നപ്പോഴും അവൾ കർത്താവിന്റെ കാൽക്കൽ വന്നു വീണു. കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലേക്കും. മാർത്ത വന്ന് പറഞ്ഞ വിഷയങ്ങൾ കർത്താവ് കേട്ടു. മാർത്ത രണ്ടുപേരും രണ്ട് സ്വഭാവത്തിന്റെ ഉടമകളാണ്. വിശ്വാസ ജീവിതത്തിൽ നമ്മളും ഓരോരുത്തരും വ്യത്യസ്ത സ്വഭാവമുള്ളവരാണ്. ഈ രണ്ട് സ്വഭാവമുള്ള വ്യക്തിയോടും കർത്താവ് ഇടപെടുന്ന രംഗമാണ് ഇവിടെ കാണുന്നത്. മറിയ വന്ന് കർത്താവിന്റെ കാൽക്കൽ വീണ് കാലിൽ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ കർത്താവിന്റെ ഹൃദയം അതുപോലെ തന്നെ ബ്രേക്ക് ആവുന്നു. എന്ന് പറഞ്ഞാൽ ഹൃദയം തകർന്ന ഒരു അവസ്ഥയിലേക്ക് കർത്താവ് വരുന്നു. അവിടെ നമ്മൾ വായിക്കുന്നത് ഉള്ളം നൊന്ത് കലങ്ങി അവനെ വെച്ചത് എവിടെയെന്ന് ചോദിച്ചു. ഇവിടെ 2-3 കാര്യങ്ങൾ ചേർന്ന ഒരു സമ്മിശ്ര വികാരമാണ് ഇവിടെ ഉള്ളത് നമുക്ക് മനസ്സിലാവും. ഒന്ന്, അവിടെ യോഹന്നാൻ എഴുതുന്ന വിഷയം മറിയയും മറിയയുടെ കൂടെ വന്ന യഹൂദന്മാരും ഒരുമിച്ച് കരയുന്നത് കണ്ട് കർത്താവിന്റെ ഉള്ളം നൊന്തു എന്നാണ്. നമ്മൾ കുറച്ചുകൂടി അതിനെ ആഴത്തിലേക്ക് അങ്ങ് ചിന്തിച്ചാൽ, അല്ലെങ്കിൽ ആഴത്തിലേക്ക് കടന്ന് ചിന്തിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. മരണം എന്ന് പറയുന്നത് പാപത്തിന്റെ ശിക്ഷയാണ്. അപ്പോൾ ഈ ലാസർ മരിക്കാനായിട്ടുള്ള കാരണവും മനുഷ്യ പാപമാണ്. ആദാം ചെയ്ത പാപം നിമിത്തമാണ് മരണം ഭൂമിയിൽ കടന്നു വന്നത്. അപ്പോൾ ആ മരണത്തിന്, നിത്യമായ മരണത്തിന് പരിഹാരം ഒരുക്കുവാൻ വന്ന രക്ഷിതാവായ കർത്താവ് ഭൂമിയിലായിരിക്കുമ്പോൾ ഈ മരണം കൊടുക്കുന്ന വേദന, അല്ലെങ്കിൽ ആ മരണത്തിന്റെ വേദന, ഹൃദയവേദന, ഭാരം, അത് സംബന്ധിച്ചുള്ള വിഷയം കർത്താവിന്റെ ഹൃദയത്തെ സ്വാഭാവികമായിട്ടും ഒരുക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ താനും എന്ത് ചെയ്യാൻ പോവുകയാണ്? അധികം താമസിക്കാതെ ഈ മരണത്തെ ഏറ്റെടുക്കുവാനായിട്ട് പോവുകയാണ്. ആ മരണത്തെ ഏറ്റെടുക്കുവാനായിട്ട് പോകുന്ന ആ ഭയാനകമായ നിമിഷം കർത്താവിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഹൃദയം നൊന്ത് കലങ്ങി. ഇവിടെ ശിഷ്യന്മാര് യെരുശലേമിലേക്ക് മടങ്ങി വരുവാൻ മടിച്ചതിന് കാരണം ഈ മരണഭീതിയാണ്. ഇവിടെ ഈ മരണത്തെക്കുറിച്ചുള്ള, മരണം നൽകിയ വേർപാട് നിമിത്തമുള്ള വേദനയാണ് ഈ സഹോദരിമാരുടെ ഹൃദയത്തിലുള്ളത്. ഇവിടെ കർത്താവ് ഈ മരണത്തെ ഏറ്റെടുക്കുവാനായിട്ട് പോകുമ്പോൾ കർത്താവിന്റെ ഹൃദയത്തിലേക്കും ഒരു നിമിഷം ആ മരണം എന്നുള്ള യാഥാർത്ഥ്യം കടന്നു വരികയും അതിന്റെ ശരിയായ ഒരു വൈകാരിക ഭാവത്തിലേക്ക് കർത്താവ് മാറുകയും ചെയ്തു. നമ്മൾ ഗെത്സമന തോട്ടത്തിൽ കർത്താവ് ഹൃദയം നൊന്ത് കലങ്ങി, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമെന്ന് കാണുന്നുണ്ട്. ഇനി ഈ അവസ്ഥയും ഈ സന്ദർഭവും തമ്മിൽ അധികം കാലയളവില്ല, കാലദൈർഘ്യമില്ല. അപ്പോൾ കർത്താവ് ഈ ഒരു അവസ്ഥയിൽ, ഈ ലാസറിന്റെ അവസ്ഥയെക്കുറിച്ച് കാണുമ്പോൾ കർത്താവ് തന്റെ പാപസംബന്ധമായി മനുഷ്യന് ദൈവം കൊടുത്ത നീതിയുടെ ശിക്ഷ ഏറ്റെടുക്കുവാനായിട്ട് പോകുന്ന ആ ചിത്രത്തെ കൂടി മുൻകണ്ടുകൊണ്ട് താൻ ഉള്ളം കലങ്ങി തന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരയായിട്ട് ഒഴുകി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, നാം കടന്നു പോകുന്ന അവസ്ഥയിൽ 2 തലങ്ങൾ ഇതിനകത്തുണ്ട്. കർത്താവ് മനുഷ്യരൂപത്തിൽ നിൽക്കുമ്പോൾ വൈകാരിക ഭാവം, മനുഷ്യന്റെ വൈകാരിക ഭാവത്തെ കർത്താവ് ശരിയായ നിലയിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനോട് ചേർന്ന് താതാത്മ്യം പ്രാപിക്കുന്നു. റോമാലേഖനം 12-ാം അധ്യായം 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യും. സഭയ്ക്കുള്ള പ്രമാണമായിട്ട്, അല്ലെങ്കിൽ വിശ്വാസികൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരടിസ്ഥാന പ്രമാണമായിട്ട് ദൈവാത്മാവ് അപ്പോസ്തലനായ പൗലോസ് മുഖാന്തരം പറയുന്ന വിഷയമാണിത്. എന്ത്? കരയുന്നവരോടുകൂടെ കരയുക. ഇവിടെ ലാസറിന്റെ വേർപാടിനെ കുറിച്ചുള്ള കരച്ചിൽ യഹൂദന്മാരും മറിയയും മാർത്തയും കരയുന്നത് കണ്ടപ്പോൾ അവരുടെ ആഗണി, അവർ ഹൃദയത്തിന്റെ വേദന മനസ്സിലായപ്പോൾ കർത്താവും അവരോട് ചേർന്ന് അതേ ഹൃദയഭാവത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഞാൻ ചെയ്യുക, 2 നാൾ വൈകി വന്ന കർത്താവ് അവിടെ ദൈവപുത്രൻ, അല്ലെങ്കിൽ ദൈവം എന്നുള്ള നിലയിൽ ഉറച്ച നിലപാടുമായിട്ട് തന്റെ പിതാവിന്റെ നാമം മഹത്വപ്പെടണം, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടണം, ദൈവത്തിന്റെ പ്രവൃത്തിയെ ശിഷ്യന്മാരും മാർത്തയും മറിയും മറ്റ് യഹൂദന്മാരും കാണണമെന്നുള്ള താത്വികമായിരിക്കുന്ന, വസ്തുതാപരമായിരിക്കുന്ന ഒരു നിലപാടിൽ കർത്താവ് 2 ദിവസം അവിടെ ഡിലേ ചെയ്തു. എന്നാൽ മരിച്ച 4 ദിവസമായി ലാസറിന്റെ കല്ലറക്കിലേക്ക് കർത്താവ് വരുമ്പോൾ കർത്താവ് അവിടെ നിൽക്കുന്ന സമയത്ത് ഈ കർത്താവ് തികച്ചും വൈകാരികമായിരിക്കുന്ന ഒരു തലത്തിലേക്ക് മാറുകയാണ്. നമ്മുടെ ഹൃദയഭാരങ്ങളെ നാം ആയിരിക്കുന്ന അവസ്ഥയോട് ചേർന്ന് മനസ്സിലാക്കുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. പിതാവായ ദൈവസ്വർഗത്തിൽ നീതിയോടെ വിശുദ്ധിയോടെ എല്ലാം വാഴുമ്പോൾ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന മധ്യസ്ഥനായിരിക്കുന്ന, പ്രായശ്ചിത്തമായിരിക്കുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ വിഷയങ്ങളിൽ നമ്മുടെ വൈകാരിക ഭാവങ്ങളോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് ആശ്വസിപ്പാൻ തക്ക വകയാണ്. അതാണ് യോഹന്നാൻ ഇവിടെ വെളിപ്പെടുന്നത്. യഹൂദന്മാരും മറിയയും കരയുന്നത് കണ്ടപ്പോൾ കർത്താവിന്റെ ഹൃദയം കലങ്ങി,
എന്നിട്ട് പറയും. അപ്പോൾ യഹൂദന്മാർ ചോദിക്കുക, കണ്ടോ അവനോട്, ഈ ലാസറിനോട് ഇവന് എത്ര പ്രിയമുണ്ട്, അവനെ എവിടെയാണ് വെച്ചത്? ഇനി വെച്ച ചിത്രം തമ്മിൽ ഒരു താതാത്മ്യം, ഒരു സമാനതയുണ്ട്. ഈ ലാസറിനെ അടക്കിയ കല്ലറയുടെ വാതിക്കൽ വലിയൊരു കല്ല് ഉരുട്ടി വെച്ചിരുന്നു. കർത്താവിനെ അടക്കിയ കല്ലറയിലും വാതിക്കൽ ഒരു കല്ല് വെച്ചിരുന്നു. ഇവിടെ കല്ല് ഉരുട്ടി മാറ്റുവാനായിട്ട് ആൾക്കാരോട് കർത്താവ് പറയുകയാണ്. കല്ലറയുടെ വാതിക്കൽ ചെന്ന് കല്ല് നീക്കുന്ന 39-ാം വാക്യം, കല്ല് നീക്കിയെന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത അവനോട്, കർത്താവെ നാറ്റം വെച്ച് തുടങ്ങിയല്ലോ. യാതൊരു നില ഒരു പുനരുദ്ധാന നാളിൽ ഒരു ഉയർപ്പ് പ്രതീക്ഷിച്ച മാർത്ത കർത്താവെ തുറക്കണ്ട, തുറന്നാൽ നാറ്റം പുറത്തേക്ക് വരും. സ്വാഭാവികമായിട്ടും 4 ദിവസമായിരിക്കുന്ന ഒരു സെമിത്തേരി, ഒരു ശവക്കല്ലറ, ഒരു സെല്ല് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ നിന്ന് പുറത്തേക്ക് വരുന്ന സ്മെല്ല് എങ്ങനെയുള്ളതായിരിക്കും എന്ന് നമുക്കറിയാം. എന്നാൽ ഇവിടെ കർത്താവ് കല്ല് മാറ്റുവിൻ എന്ന് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ലാസറിന്റെ ശരീരത്തിൽ വേണ്ടതായ മാറ്റങ്ങൾ വന്നിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കർത്താവിനെ കാണുവാനായിട്ട് കല്ലറകൾ ചെല്ലുമ്പോൾ കർത്താവ് അവരുടെ വസ്ത്രമൊക്കെ അവിടെ കിടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. കർത്താവിനെ, അവർ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെയാണ് അവർ പിന്നീട് കാണുന്നത്. എന്നാൽ ഇവിടെ ചില ഉത്തരവാദിത്തങ്ങൾ മനുഷ്യർക്ക് ഉള്ളതായിട്ട് ഈ ലാസറിന്റെ ഉയർപ്പിനുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇതേ വാക്ക് തന്നെയാണ് ആദ്യമേ കർത്താവിനോട് പറഞ്ഞത്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. 4-ാം വാക്യത്തിൽ പറഞ്ഞത് ലാസറിന്റെ മരണം മരണത്തിനു വേണ്ടിയല്ല, മറിച്ച് ദൈവത്തിന്റെ മഹത്വത്തിനു വേണ്ടിയാണ്. മരിച്ചു. അപ്പോൾ ആ മരണത്തിൽ തന്നെ 2 ആശയമുണ്ട്. ലാസർ നിത്യമായ നാശത്തിലേക്കല്ല പോകുന്നത്, അവനൊരു പുനരുത്ഥാനം ഉണ്ട്. അത് ഇവിടെയും ഉണ്ട്, അന്നുമുണ്ട് എന്നുള്ളൊരു ആശയത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് മാർത്തയോട് പറഞ്ഞു. അതിനുശേഷമാണ് അവർ കല്ല് നീക്കുന്നത്. കല്ല് നീക്കി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? പിതാവേ, നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. എന്തുകൊണ്ട് കർത്താവ് അങ്ങനെ പറയാനായിട്ടുള്ള കാരണം, കല്ല് നീക്കുവിൻ എന്നുള്ള ആ ഒരു കൽപ്പന കർത്താവ് പറയുമ്പോൾ തന്നെ ലാസറിന്റെ ശരീരത്തിന് മതിയായ പരിവർത്തനം ആ കല്ലറയ്ക്കുള്ളിൽ വെച്ച് വന്നു കഴിഞ്ഞു. എന്നിട്ട് അടുത്ത വാക്യം എന്താ പറയുന്നത്? 40 നീ ഇപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു, എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരും വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു. ഇവിടെ കർത്താവ് പറയുന്ന ഓരോ വാക്കിനും അർത്ഥം, കർത്താവ് പിതാവേ, ഞാൻ കല്ലറ മാറ്റുവാനായിട്ട്, അല്ലെങ്കിൽ കല്ലറയുടെ വാതിൽ മാറ്റുവാനായിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ തന്നെ അകത്തു വേണ്ട സംഭവങ്ങൾ നടന്നു കഴിഞ്ഞു. ഇനി അത് പുറത്തേക്ക് വെളിപ്പെട്ട് വരികയാണ് വേണ്ടത്. ഇതിന്റെ ആശയം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കാനായിട്ട് നമ്മളൊരു വിഷയം ദൈവസന്നിധിയിൽ വെക്കുമ്പോൾ ഓൾറെഡി ദൈവം അതിന്റെ പ്രവൃത്തി തന്റെ സമയത്ത് തന്റെ പദ്ധതി പ്രകാരം അകത്ത് നടത്തുന്നു. എന്നാൽ തന്റെ മഹത്വം വെളിപ്പെടേണ്ടതിന് അത് പുറത്തേക്ക് വരുവാനായിട്ട് അല്പസമയം കർത്താവ് അനുവദിക്കുന്നു എന്നുള്ളത് കാണുവാനായിട്ട് കഴിയും. 43-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. ഈ പുറത്തേക്ക് വരുന്ന ചിത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയം. അവിടെ 1-2 ഉത്തരവാദിത്തങ്ങൾ ശിഷ്യന്മാർക്കും അല്ലെങ്കിൽ അവിടെ കൂടിയ യഹൂദന്മാർക്ക് കൊടുത്തായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവിന്റെ പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ ദൈവമക്കൾക്ക്, കർത്താവിന്റെ ശിഷ്യന്മാർക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയം. ഇവിടെ കർത്താവ് അങ്ങോട്ട് ചെന്ന് കല്ലറ വിട്ട് പുറത്തേക്ക് ഇറങ്ങി, ലാസർ നല്ല കൂളായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരാം. അതാണ് കർത്താവിന്റെ പ്രവൃത്തി. കല്ലറയുടെ വാതിൽ തന്നെ തുറന്നു പോകും, ലാസർ നേരെ പുറത്തേക്ക് ഇറങ്ങി വരാകുന്ന കൽപ്പന പുറപ്പെടുവിപ്പാൻ ശക്തിയുള്ള ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. എന്നാൽ കർത്താവ് അവിടെ മാനുഷിക ഉത്തരവാദിത്വം, നിങ്ങൾ കല്ലറയുടെ വാതിൽ നിങ്ങൾ മാറ്റണം, അല്ലെങ്കിൽ അടപ്പ്, അതിന്റെ കല്ല് നിങ്ങൾ നീക്കണം. അവൻ ബന്ധനസ്ഥൻ, അവൻ നാറ്റം വെച്ച് കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് അവനെ കൊണ്ടുവരുവാനായിട്ട് നിങ്ങൾക്കൊരു പങ്കാളിത്തമുണ്ട്. പങ്കാളിത്തം വാതിൽ, അല്ലെങ്കിൽ അവന് തടസ്സമായി നിൽക്കുന്ന, അവൻ പുറത്തേക്ക് വരുന്നതിന് തടസ്സമായി നിൽക്കുന്ന അവന്റെ കല്ല് നിങ്ങൾ നീക്കിക്കളയണം. നാറ്റം വെച്ച് കിടക്കുക, 4 ദിവസമായി നാറ്റം വെച്ച് അതിനുള്ളിൽ കിടക്കുക. ഇത് വലിയൊരു ഫിഗറാണ്, അല്ലെങ്കിൽ ഒരു സാദൃശ്യമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട്. യൂദയുടെ ലേഖനം 23-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുപ്പിൻ, മലിനമായ അവരുടെ അങ്കി പോലും കണക്കിടാതെ അവരോട് കരുണ കാണിപ്പിൻ. സുവിശേഷ വേലയുടെ ആത്മരക്ഷയുടെ ഗുണപാഠം സംബന്ധിച്ച് നൽകുന്ന ഒരു വലിയ ചിത്രമാണിത്. പാപക്കുഴിയിൽ പാപച്ചെറ്റിൽ നാറ്റം വെച്ച് കിടക്കുന്ന മനുഷ്യനെ രക്ഷയുടെ അനുഭവത്തിലേക്ക്, വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവൻ മുന്നോട്ട് വരുന്നതിന് തടസ്സമായി നിൽക്കുന്ന, നാറ്റത്തിന് വമിച്ചിരിക്കുന്ന ആ ഭൗതികമായ ബന്ധനത്തിന്റെ അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് വരുവാൻ കർത്താവ് അവന്റെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ, കർത്താവിന്റെ ശിഷ്യന്മാരായിരിക്കുന്ന ആളുകൾക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. അതിനു മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന കല്ലുകൾ മാറ്റിക്കൊടുക്കേണ്ടത് ആവശ്യമാണ്.
നമ്മളൊക്കെ സുവിശേഷ വേല ചെയ്യുമ്പോൾ യേശു സ്നേഹിക്കുന്നു, ദൈവം രക്ഷിക്കുന്നു എന്നുള്ള ഒരു വിഷയം മാത്രമല്ല, ആ നാറ്റം വമിച്ച് കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് തടസ്സമായി നിൽക്കുന്ന ആ കാര്യങ്ങളോട് ചെന്ന് ഇടപെട്ട് പ്രവൃത്തി ഒരു പക്ഷേ ചിലപ്പോൾ ആ നാറ്റം നമ്മൾ സഹിക്കേണ്ടതായിട്ട് വരും. ഈ കല്ലറ തുറന്നു വരുമ്പോൾ സ്വാഭാവിക ഒരു സെല്ല്, സാധാരണ ഈ സെമിത്തേരിയിലൊക്കെ ശവം അടക്കാൻ പോകുമ്പോൾ നമ്മൾ സാധാരണ എല്ലാം ഡീക്കെ ആയിട്ട് ഡേറ്റ് ഒക്കെ നോക്കി മാസങ്ങൾ അല്ലെ വർഷങ്ങൾ കഴിഞ്ഞ സെല്ലുകളാണ് തുറക്കുന്നത്. എങ്കിലും ആ സെല്ല് ആ സീല് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് വരുന്ന ഗ്യാസ് ഹൊറിബിളാ. അത് എല്ലാവർക്കും തുറക്കാനായിട്ട് പറ്റത്തില്ല. അതൊക്കെ സ്ഥിരം ചെയ്യുന്നവരാണ് ചെയ്യുന്നത് എന്ന് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ 4 ദിവസമായിരിക്കുന്ന ഏറ്റവും ഡീക്കെ ആയിരിക്കുന്ന ഒരു അവസ്ഥയിൽ ആ സെല്ല് തുറക്കുവാനായിട്ട് കർത്താവ് ആവശ്യപ്പെടുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു വിഷയം, ശിഷ്യന്മാർ ഈ വിഷയത്തിൽ വ്യക്തമായിരിക്കുന്ന കാഴ്ചപ്പാട് തങ്ങളുടെ സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ, അല്ലെ ഒരു പാപിയെ രക്ഷയിലേക്ക് നയിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ മനസ്സിലാക്കണം എന്നുള്ള ആശയത്തിൽ തന്നെയാണ്. പിന്നീട് നമ്മൾ അവിടെ കല്ല് നീക്കുവിനെന്ന് പറഞ്ഞു. ഉടനെ ലാസറിനോട് പുറത്തു വരാൻ പറഞ്ഞു. അവന്റെ കെട്ടഴിപ്പിൻ, ഈ കെട്ടഴിപ്പിൻ എന്നതിനും ആശയമുണ്ട്. കാരണം ഇവനുള്ളിൽ ജീവനുണ്ട്. ലാസറിനെ പൊതിഞ്ഞ്, നമുക്കറിയാം ഡെഡ് ബോഡി കംപ്ലീറ്റ് ആയിട്ട് തുണിക്കകത്ത് പൊതിഞ്ഞാണ് സെല്ലിനുള്ളിൽ വെക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, കർത്താവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ ഈ കാല് രണ്ടും കൂട്ടിക്കെട്ടി കയ്യും എല്ലാം പൊതിഞ്ഞു കെട്ടി തല മുഴുവൻ അടിമുടി മുഴുവൻ തുണിക്കകത്ത് പൊതിഞ്ഞു കെട്ടിയിരിക്കുന്ന രൂപം പുറത്തേക്ക് ഇങ്ങ് ഇറങ്ങി വരികയാണ്. അങ്ങനെ വന്നു നിൽക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ അവന്റെ കെട്ടഴിപ്പിൻ. ഇത് വലിയ ഒരു ചിത്രമാണ്. ഒരു വ്യക്തി സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടു വരുമ്പോൾ കർത്താവ് അവന്റെ ഹൃദയത്തിൽ പുതുജീവൻ കൊടുത്തു കഴിയുമ്പോൾ അവനെ പൊതിഞ്ഞിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ ഇതിനെ ഫോളോ അപ്പ് വർക്ക് എന്ന് പറയാം. സലൽ സഭയിലെ മൂപ്പന്മാർക്കും സുവിശേഷകന്മാർക്കും ആത്മീക ശുശ്രൂഷ ചെയ്യുന്ന ഏതൊരു വ്യക്തിയുടെയും ഉത്തരവാദിത്വം ഇതാണ്. ഇവനെ ഈ ചുറ്റിക്കെട്ടി വെച്ചിരിക്കുന്ന ഈ ചുറ്റുകെട്ടുകൾ, ബന്ധനങ്ങൾ ഓരോന്നായി അഴിച്ചഴിച്ചു കൊണ്ടുവന്ന് അവനെ, അടുത്ത വാക്കണ്ട, അവനെ പോകട്ടെ, അവനെ പോകാൻ അനുവദിക്കണം, നടക്കുവാൻ പ്രാപ്തിയാക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ കർത്താവ് ഇവിടെ ഈ ഉപമയിലൂടെ ലാസറിന് ഇങ്ങനൊരു പുനരുദ്ധാനം കൊടുക്കുന്നതിലൂടെ കർത്താവ് കാഴ്ചവെക്കുന്ന മറ്റൊരു ചിത്രം, തന്റെ മരണ പുനരുദ്ധാനത്താൽ ഒരുക്കപ്പെടുന്ന രക്ഷയിൽ മുമ്പോട്ട് വരുന്ന ഓരോ വിശ്വാസികളോടുള്ള ബന്ധത്തിലും പരസ്പരമുള്ള ഉത്തരവാദിത്വത്തെ കാണിക്കാൻ വേണ്ടി കർത്താവ് വളരെ പ്രായോഗികമായി താതാത്മ്യപരമായി ഈ വിഷയം കൊണ്ടുവന്നിരിക്കുന്നു. 44 അവസാന ഭാഗത്ത് വരുമ്പോൾ അവന്റെ കെട്ടഴിപ്പിൻ, അവൻ പോകട്ടെ എന്ന് യേശു പറഞ്ഞു. ഇത് നമുക്ക് നൽകുന്ന വലിയൊരു ഗുണപാഠമുണ്ട്. നമ്മുടെ കൂട്ടു സഹോദരങ്ങളെ നടക്കുവാൻ അനുവദിക്കാത്ത നിലയിൽ ബന്ധിച്ചിരിക്കുന്ന കെട്ടുപാടുകൾ, അത് ലോകം കെട്ടിയിരിക്കുന്ന കെട്ട, അവന്റെ മരണനിമിത്തം കെട്ടിയെന്ന് പാപസംബന്ധമായി ദൈവത്തിൽ നിന്ന് അകന്നു പോയത് കൊണ്ട് ലോകം അവനെ ചുറ്റി വെച്ചിരിക്കുന്ന കെട്ടുകളിൽ പാപത്തിന്റെ ബന്ധനത്തിൽ അവൻ പെട്ടിരിക്കുകയാണ്. അവന്റെ ഉള്ളിൽ പുതുജീവൻ വന്നിട്ടുണ്ട്, രക്ഷയുടെ അനുഭവമുണ്ട്. എങ്കിലും ആത്മീയമായി മുന്നോട്ട് ചുവടുകൾ വെക്കാൻ കഴിയാതെ ഈ കെട്ടുപാടുകൾ അവനെ പൊതിഞ്ഞിരിക്കുമ്പോൾ സഭാ ശുശ്രൂഷകരെ ദൈവമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം, ഇവിടെ കർത്താവ് ശിഷ്യന്മാരോടാണ് സ്വാഭാവികമായിട്ടും ഇത് പറയുന്നത് മനസ്സിലാക്കാൻ. കാരണം ഈ ശിഷ്യന്മാരെയും കൂട്ടി കർത്താവ് ലാസറിന്റെ കല്ലറയ്ക്കൽ വന്നിരിക്കുന്നത് അവരുടെ വിശ്വാസം വർദ്ധിക്കുവാനായിട്ടാണ്. അപ്പോൾ കല്ല് മാറ്റുവിൻ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും യഹൂദന്മാർ അത് ചെയ്യത്തില്ല. കാരണം ഒരിക്കലും മരിച്ച ശരീരത്താൽ തങ്ങളെ തന്നെ മലിനപ്പെടുത്തരുത് എന്നുള്ള ന്യായ പ്രമാണ പ്രകാരം യഹൂദന്മാർക്കുണ്ട്. അതുകൊണ്ട് അവിടെ കൂടിയിരിക്കുന്ന യഹൂദന്മാരും ഈ ചീഞ്ഞ നാറ്റം വെച്ച് തുടങ്ങിയിരിക്കുന്ന ശവത്തിന്റെ അടുക്കിലേക്ക് ആ കല്ലറ തുറക്കുവാനായിട്ട് ചെല്ലില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും കർത്താവ് തന്റെ ശിഷ്യന്മാരോട് നിങ്ങൾ ചെന്നത് തുറക്കണം, നിങ്ങൾ അവന്റെ ബന്ധനം അഴിക്കണം, അവനെ പോകാനായിട്ട് അനുവദിക്കണം. നമ്മുടെയൊക്കെ ആത്മീക ജീവിതത്തിൽ കർത്താവ് തരുന്ന ഗുണപാഠം ഇതാണ്. ആത്മീകമായി ഹൃദയത്തിൽ അല്ലെങ്കിൽ ഉള്ളിൽ ജീവൻ വെച്ചിട്ടുണ്ടെങ്കിലും ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ മനുഷ്യൻ ഇരിക്കുന്നത് കൊണ്ട് അവനെ മുന്നോട്ട് നയിക്കുവാനായിട്ട് ഈ കെട്ടുപാടുകൾ അഴിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം കർത്താവ് ശിഷ്യന്മാരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇനി അതിന്റെ 47 മുതൽ 45 മുതലുള്ള വാക്യങ്ങളിൽ എല്ലാ ഉപമകളിലും എന്ന പോലെ 2 നിലയിലുള്ള പ്രതികരണം ഉണ്ടാകുന്നു. ചിലർ വിശ്വസിക്കുന്നു, ചിലർ അവിശ്വസിക്കുന്നു. 47 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ കർത്താവിനെ പിടിക്കുവാനായിട്ട് യഹൂദന്മാർ പിന്നെയും അന്വേഷിച്ചുകൊണ്ട് കരുക്കൾ നീക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനൊത്തിരി വിശദീകരണത്തിന്റെ ആവശ്യമില്ല. കയ്യഫാവ് എന്ന് പറയുന്ന 50-ാം വാക്യത്തിൽ വരുമ്പോൾ കയ്യഫാവ് എന്ന് പറയുന്ന പുരോഹിതൻ, മഹാപുരോഹിതൻ, കർത്താവിന്റെ മരണത്തിന്റെ കർത്താവ് മരിക്കാനായിട്ട് ഇനി അധികം നാളുകളില്ല, ആ വിഷയം സംബന്ധിച്ച് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ജനം മുഴുവനും നശിച്ചു പോകാതെ വണ്ണം ഒരു മനുഷ്യൻ ജാതിക്ക് വേണ്ടി മരിക്കുന്നത് നന്ന് എന്ന് ഓർക്കുന്നതുമില്ല എന്ന് പറഞ്ഞു. കർത്താവിന്റെ മരണത്തെ ഇവര്
തന്നോടുള്ള പക കൊണ്ടാണ് ഈ വിഷയം പറയുന്നത്. രാഷ്ട്രീയമായി ജനം മുഴുവൻ ഈ യേശുവിന്റെ പിന്നാലെ പോകും എന്നുള്ള പകയിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നുവെങ്കിലും താഴെ പറയുന്ന വിഷയം അവൻ ആ കാലത്തെ പുരോഹിതനായതുകൊണ്ട് അവൻ പ്രവചിച്ചതാണ്, കർത്താവിനെ കുറിച്ച് പറഞ്ഞതാണ് എന്നതാണ് അവിടെ പറയുന്ന വിഷയം. ഇനി നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അവര് കർത്താവ് അവരുടെ അടുക്കൽ നിന്ന് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരണത്തിന്റെ ആവശ്യമില്ല. ഇനി ഈ 11-ാം അധ്യായത്തിൽ നിന്ന് 3 പ്രായോഗിക ഗുണപാഠം കൂടി പറഞ്ഞ് ഈ വിഷയം അവസാനിപ്പിക്കാം. 3 പ്രധാന ഗുണപാഠങ്ങളാണ് നമുക്ക് ഇതിനകത്ത് കാണുവാനായിട്ട് നമുക്ക് കാണുന്നത്. ഒന്ന്, നമ്മുടെ പ്രതീക്ഷയും ദൈവത്തിന്റെ പദ്ധതിയും തമ്മിൽ വളരെ അകലമുണ്ട്. ടൈം ഗ്യാപ്പ് വരും, അതാണ് അതിന്റെ ആശയം. നമ്മുടെ പ്രതീക്ഷ, നമ്മൾ വിചാരിക്കുന്ന എന്റെ പ്രശ്നം ഇപ്പൊ തന്നെ പരിഹരിക്കപ്പെടണം, പക്ഷെ കർത്താവ് അതിനൊരു സമയം വെച്ചിട്ടുണ്ട്. കർത്താവിന്റെ ജനനത്തിനൊരു സമയമുണ്ടായിരുന്നു, കർത്താവ് സ്നാനപ്പെടുവാനൊരു സമയമുണ്ടായിരുന്നു, പരസ്യ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുവാനൊരു സമയമുണ്ടായിരുന്നു, തന്നെത്താൻ വെളിപ്പെടുത്തുവാനൊരു സമയമുണ്ടായിരുന്നു, കർത്താവിനെ പിടിക്കപ്പെടുവാനായിട്ടൊരു സമയമുണ്ട്, ക്രൂശിക്കുവാനായിട്ടൊരു സമയമുണ്ട്, ഉയർത്തെഴുന്നേൽക്കുവാനായിട്ടൊരു സമയമുണ്ട്, കർത്താവിന് വീണ്ടും വരവിന് ഒരു സമയമുണ്ട്. ദൈവത്തിന്റെ പ്രവർത്തന പദ്ധതിക്ക് ഒരു കാലമുണ്ട്. ശലോമോൻ പറയുന്നുണ്ട് എല്ലാത്തിനും ഒരു സമയമുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏത് വിഷയത്തിനും നമ്മളുടെ ആഗ്രഹം ഏറ്റവും വേഗത്തിൽ നടക്കണം എന്നുള്ളതാണ്. എന്നാൽ ദൈവത്തിന് അതിലൊരു സമയമുണ്ട്, ഒരു പദ്ധതിയുണ്ട് എന്നുള്ള വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഒന്നാമത്തെ ലക്ഷ്യം അതില് തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ടാണ് കർത്താവ് നമ്മളെ രക്ഷിച്ചത് നമ്മൾ വായിക്കുന്നുണ്ട്. പിതാവിന്റെ മഹത്വം അതേ ആയിരുന്നു പുത്രന്റെ ലക്ഷ്യം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏത് വിഷയങ്ങൾക്കും, അത് പരാജയമായിക്കോട്ടെ, കഷ്ടതയായിക്കോട്ടെ, വീഴ്ചയായിക്കോട്ടെ, എന്ത് തന്നെ ആയാലും ദൈവത്തിന് അതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്, തന്റെ മഹത്വത്തിന്റെ പുകഴ്ച. അതിന്റെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് കർത്താവിന് മഹത്വം വരിക എന്നുള്ളതാണ്. അതിന് കുറച്ച് സമയപരിധി ചിലപ്പം എടുക്കാം. അപ്പൊ നമ്മുടെ ആഗ്രഹവും കർത്താവിന്റെ പ്രവൃത്തിയും തമ്മിലുള്ള ഗ്യാപ്പ്, അതിന് കാരണം എന്ന് പറയുന്നത് ഏറ്റവും മഹത്വകരമായ നിലയിൽ, ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്ന നിലയിൽ അത് പര്യവസാനിക്കുവാനായിട്ടാണ്. പിന്നെ നമ്മൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മളെ അനുഗ്രഹിക്കുന്ന കർത്താവ്. ഇവിടെ ഈ ലാസർ മരിക്കുന്നതിന് മുമ്പ് വരണം എന്ന് മാത്രം അല്ല, ലാസറിന്റെ മരണത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന് സൗഖ്യം കൊടുക്കണം എന്നതായിരുന്നു മാർത്തയുടെയും മറിയുടെയും ഹൃദയത്തിലെ ആഗ്രഹം. എന്നാൽ മരിച്ച് 4 ദിവസം കഴിഞ്ഞ് നാറ്റം വെച്ച് കിടക്കുന്ന ലാസറിനെ പഴയ അവസ്ഥയിൽ അവരുടെ മുമ്പിൽ എഴുന്നേൽപ്പിച്ച് നിർത്തുന്ന ഒരു ചിത്രം അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അവരാഗ്രഹിച്ചതിലും അവർ ചിന്തിച്ചതിലും അപ്പുറമായി കർത്താവ് തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് ലാസറിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. രണ്ടാമത്തെ വിഷയം, നമ്മുടെ ഹൃദയത്തെ കർത്താവിന്റെ സന്നിധിയിൽ സകല പരിഭവത്തോടും കൂടി പകരുവാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം കർത്താവ് തന്നിട്ടുണ്ട്. മാർത്തയും മറിയയും കർത്താവ് നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലെന്ന് കർത്താവ് ഒരിക്കലും ആ പരിഭവത്തെ കുറ്റപ്പെടുത്തിയിട്ടില്ല. അവരുടെ ആ മനോഭാവവും അവരുടെ കണ്ണുനീരിനോടും കർത്താവ് താതാത്മ്യം പ്രാപിക്കുകയാണ് ചെയ്തത്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പകരുവാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം കർത്താവ് തന്നിട്ടുണ്ട്. മൂന്നാമത്തെ വിഷയം, ദൈവത്തിന്റെ പ്രവർത്തന പദ്ധതികളിൽ ദൈവമക്കൾക്കും ഒരു പങ്കാളിത്തമുണ്ട്. ലാസറിന്റെ ഉയർപ്പിൽ ശിഷ്യന്മാരായിരിക്കുന്നവർക്ക് കല്ലറയുടെ കല്ല് നീക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ഉള്ളിൽ ജീവൻ വെച്ച ലാസറിന് അവന്റെ മേലുണ്ടായിരുന്ന കെട്ടുകൾ അഴിച്ചുവിടേണ്ട ഉത്തരവാദിത്വം ശിഷ്യന്മാർക്കുണ്ടായിരുന്നു. അവനെ നടക്കുവാൻ പ്രാപ്തനാക്കേണ്ട ഉത്തരവാദിത്വം ശിഷ്യന്മാർക്കുണ്ടായിരുന്നു. അതിന്റെ ആശയം എന്ന് പറയുന്നത് ദൈവം തന്റെ മഹത്വത്തിനായി ചെയ്യുന്ന പ്രവർത്തന പദ്ധതികളിൽ നമുക്കും ദൈവം ഒരു പങ്കാളിത്തം തന്നിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ വിഷയം കൂടുതലായിട്ട് മനസ്സിലാക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.